പുനർജനി കള്ളനെ കോൺഗ്രസ് പുറത്താക്കുമോ? വി.ഡി. സതീശനെതിരെ ആ പുനർജനി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. ഗുരുതരമായ ചട്ടലംഘനം നടത്തിയിട്ടുണ്ട്, ശതകോടികളുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസ് CBIക്ക് വിടാമെന്ന് വിജിലൻസ് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. പിണറായി വിജയൻ അത് CBIക്ക് വിടുമോ എന്നാണ് നമുക്കിനി കണ്ട് അറിയേണ്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. ഇത് i2 ന്യൂസ് ചോദിക്കുന്ന ചോദ്യമല്ല, ലോകമെമ്പാടുമുള്ള മലയാളികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ സതീശ, ഇത് നീ ഉണ്ടാക്കിയ ആ തേൻകണി കേസ് പോലെ രാഹുലിനെ പൂട്ടുവാൻ ഉണ്ടാക്കിയ ഒരു വ്യാജ തേൻകണി കേസൊന്നുമല്ലല്ലോ ഇത്, അല്ലേ? ഇത് 2018 പ്രളയമുണ്ടായപ്പോൾ കേന്ദ്ര സർക്കാരിനെയും കേരള സർക്കാരിനെയും പറ്റിച്ച് സ്വന്തം ആവശ്യത്തിന്, വ്യക്തിഗത ആവശ്യത്തിന് എന്നും പറഞ്ഞ് വിദേശ രാജ്യത്ത് പോയി അവിടെയുള്ള വിദേശ മലയാളികളെ പറ്റിച്ച് ശതകോടികൾ പണം പിരിച്ച് ആ പണം മുക്കി ഇവിടെയുള്ള കള്ളപ്പണക്കാരന്മാരുടെയും മറ്റു ബിനാമികളുടെയും മറ്റ് CSR ഫണ്ടുള്ളവന്മാരുടെയും ആ ഫണ്ട് മേടിച്ച് ഇവിടെ വീടുണ്ടാക്കി ആ പിരിച്ച പണം പുട്ടടിച്ച അത്രയും ഗുരുതരമായ ഒരു കേസാണ് പുനർജനി കേസ്. ഇതിന്നും ഇന്നലെയും ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉണ്ടാക്കിയതല്ല. കൃത്യമായി ദുരിതത്തിലായ ആ ജനങ്ങളെ അവരുടെ പേര് പറഞ്ഞ് വിദേശ മലയാളികളിൽ നിന്നും പണം കൈപ്പറ്റി അവരെ പറ്റിച്ച കേസാണിത്. അന്നേരം ഇപ്രകാരം ഒരു കേസ് ഒരു ആരോപണമല്ല, ഇതിൽ കഴമ്പുണ്ട്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, കൃത്യമായി ഇയാളുടെ മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഒരു കടലാസ സംഘടനയുണ്ടാക്കി, അതുപോലെ തന്നെ UK ആസ്ഥാനമായുള്ള മിഡ്ലാൻഡ് ഇന്റർനാഷണൽ എയ്ഡ് ട്രസ്റ്റ് എന്നൊരു ട്രസ്റ്റ് വഴി ആ ട്രസ്റ്റിൽ നിന്നും ഇയാളുടെ മണപ്പാട്ട് എന്ന ഇയാളും സുഭദ്രാമ്മയും പിന്നെ ഇവരുടെ തീവട്ടി കുഞ്ഞുങ്ങളുമുള്ള ഒരു തീവട്ടി ട്രസ്റ്റിലേക്ക് 22,500 പൗണ്ട് ആ പണം അയച്ചു. ഇതുപോലെ ആ ചെറിയ പണം മാത്രമേ ഇതിലേക്ക് വന്നിട്ടുള്ളൂ, ബാക്കി കിട്ടിയ പണമെല്ലാം ഇവൻ മുക്കി എന്നതാണ് കേസ്. കൃത്യമായും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്, ഇപ്രകാരം പണം വന്നിട്ടുണ്ട്. യാതൊരു രജിസ്ട്രേഷനും ഇല്ലാത്ത ഈ കടലാസ സംഘടനകളിലേക്ക് ലക്ഷങ്ങളും കോടികളും വന്നു. അതുപോലെ തന്നെ യാതൊരു ചട്ടവും സംസ്ഥാന സർക്കാർ ഒരു സാമാജികൻ എന്ന നിലയ്ക്ക് ഇയാൾ പാലിക്കേണ്ടുന്ന ചട്ടം പാലിച്ചില്ല. അതുപോലെ കേന്ദ്ര സർക്കാരിനെ ഇയാൾ തെറ്റിദ്ധരിപ്പിച്ചു. അന്നേരം അപ്രകാരം FCRA ഈ വിദേശ നാണയ വിനിമയ ലംഘനവുമായി ബന്ധപ്പെട്ട വലിയ കേസാണ്. ഹവാല ഇടപാടുകൾ ഇതിനകത്ത് നടത്തിയിട്ടുണ്ട്. അന്നേരം അപ്രകാരമുള്ള ഇത് കഴമ്പുണ്ട്. CBI അന്വേഷിക്കണമെന്ന് സർക്കാരിന് യോഗേഷ് കുമാർ ഗുപ്ത സമർപ്പിച്ച ആ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്ന സാഹചര്യത്തിൽ ഇത്രയും ഗുരുതരമായ ഒരു തട്ടിപ്പ് നടത്തിയ പുനർജനി കള്ള തീവട്ടി കൊള്ളക്കാരൻ, ഇവൻ കള്ളനാണെന്ന് തുടക്കം മുതൽ തന്നെ പറവൂരിൽ മണി ചെയിൻ തട്ടിപ്പുകാരനായിട്ട് ജീവിതം ആരംഭിച്ച ഈ തീവട്ടി കൊള്ളക്കാരൻ ഇവൻ പുനർജനി തട്ടിപ്പ് നടത്തി എന്ന് വ്യക്തമായ സ്ഥിതിക്ക് വി.ഡി. സതീശ, നീ പ്രതിപക്ഷ നേതാവിന്റെ ആ സ്ഥാനം രാജിവെക്കുമോ? കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തോടും AICCയുടെ കൊണാണ്ടറായ KC വേണുഗോപാലിനോടും അതുപോലെ തന്നെ KPCC അധ്യക്ഷനോടും ചോദിക്കുന്നത്, ഈ കള്ളനെ 2018 പ്രളയബാധിതരായ ആ ജനങ്ങളുടെ പേര് പറഞ്ഞ് പണം തട്ടിയ ഈ കാട്ടുകള്ളനെ, ഇവനെതിരെ നിങ്ങൾക്ക് ഒരു സസ്പെൻഷൻ എടുക്കുവാൻ, ഇയാളെ സസ്പെൻഡ് ചെയ്യുവാൻ നിങ്ങൾക്ക് ആർജവമുണ്ടോ? രാഹുലിനെതിരെ ഏതോ ഒരു, ആ പേര് ഞാൻ ഉച്ചരിക്കുന്നില്ല, ഒരു വ്യാജ പരാതിയുമായി വന്നപ്പോൾ അതിന്റെ പേരിൽ, ഒരു ആരോപണത്തിന്റെ പേരിൽ പരാതിക്കാരില്ലാതെ എൻ്റെ നിലപാടിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞ നടപടിയെടുത്ത നാണം കെട്ട വി.ഡി. സതീശ, എടാ കാട്ടുകള്ള, ജനങ്ങളെ പറ്റിച്ച് പണം കട്ട തീവട്ടിക്കൊള്ളക്കാരാ, നിനക്ക് ഉളുപ്പുണ്ടെങ്കിൽ, നിനക്ക് നാണമുണ്ടെങ്കിൽ ഇപ്രകാരം ഒരു കേസ് CBIക്ക് വിടുന്ന സ്ഥിതിക്ക് നിനക്ക് രാജിവെക്കാമോ? ആ ധാർമ്മികത, എന്ത് ധാർമ്മികത? പഴയ മണി ചെയിൻ തട്ടിപ്പുകാരന്, തീവട്ടിക്ക് എന്ത് ധാർമ്മികത? നിനക്ക് എന്തെങ്കിലും ഒരു ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച് നിനക്ക് മാറി നിൽക്കാൻ പറ്റുമോ? കോൺഗ്രസ് നേതൃത്വം ഇവിടെയാണ് ആർജവം കാണിക്കേണ്ടുന്നത്. ഈ മണി ചെയിൻ തീവട്ടിക്കാരനെ, ഈ കൊള്ളക്കാരനെ, പുനർജനി കള്ളനെ, ഇവനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും എത്രയും വേഗം നിങ്ങൾ സസ്പെൻഡ് ചെയ്ത് കാണിക്കുക. രാഹുലിന്റെ വിഷയത്തിൽ കാണിച്ച ആ ആത്മാർത്ഥത കാണുക. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത്, രാഹുലിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ എന്തൊക്കെ പുകയിലുകളായിരുന്നു.
ഇവിടെയുള്ള മാപ്രകൾ ഇവിടെ വലിയ കോലാഹലമുണ്ടാക്കി. 24 മണിക്കൂറും അവന്റെ പുറകെ നിന്ന് കത്തിക്കുകയായിരുന്നു. രാഹുൽ ഇതാ ഇപ്പോൾ പെടുക്കാൻ പോയിരിക്കുകയാണ്, രാഹുൽ ഇപ്പോൾ ഇതാ ഇപ്പോൾ കിടക്കാൻ പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവനെ ഇടംബലം തിരിയാൻ അനുവദിച്ചില്ല. എന്നാൽ ഈ കള്ളനെതിരെ, ഈ പുനർതനി കൊള്ളക്കാരനെതിരെ ഇപ്രകാരം ഒരു ആരോപണം വന്നപ്പോൾ ഒരൊറ്റ മാപ്രകളും അതിനെ ശക്തമായി അത് ഒരു റിപ്പോർട്ട് ചെയ്യുന്നില്ല. മലയാള മനോരമ അടക്കം വാർത്ത കൊടുത്തേക്കുന്നത് എന്തോ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്തോ പിണറായി ഒരുക്കിയ ഒരു കെണി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുപോലെ തന്നെ ഏഷ്യനെറ്റ് വിനിവി ജോൺ ഈ കേക്കച്ചന്റെ പണം വാങ്ങി തിന്നുന്നവന്മാർ അവന്മാർ പോലും വളരെ മൈൽഡാണ്, ഒരു ചെറിയ വാർത്ത, ഒരു ചരമക്കോളം കൊടുക്കുന്നത് പോലെ ഒരു ചെറിയ വാർത്തയാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ മുട്ടിൽ മരമുറി കൊള്ളക്കാരന്മാരുടെ മൊട്ടയാരുണും ഒന്നും ആ ആവേശമൊന്നുമില്ല, ഒരുത്തരും പോരാ, ഈ കൊള്ളയ്ക്ക് തീവ്രത പോരാ എന്നാണ് ഇവന്മാർ പറയുന്നത്. അതുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കണം, ഇവരുടെ ഈ ഇരട്ടത്താപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. ആയിരക്കണക്കിന് കോടിയുടെ പുനർജനി തട്ടിപ്പ് നടത്തിയ ഈ തീവട്ടിക്കൊള്ളക്കാരൻ, ഇവന്റെ തട്ടിപ്പിനകത്ത് കഴമ്പുണ്ടെന്നും ഇവനെതിരെ CBI അന്വേഷണം നടത്തണമെന്നും വിജിലൻസ് റിപ്പോർട്ട് കൊടുത്ത ആ വാർത്ത പോലും അതിൻ്റെ അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി അവർ നൽകുന്നില്ല. അതുകൊണ്ട് കേരളത്തിലുള്ള ജനങ്ങൾ ഈ ഇരട്ടത്താപ്പ് മനസ്സിലാക്കണം. ഇനി ഏറ്റവും രസകരമായൊരു കാര്യം, ഇപ്രകാരം ഒരു വാർത്ത വന്നപ്പോൾ പേരിന് ഇത് കൊടുക്കണമല്ലോ. അപ്രകാരം പേരിന് നമ്മുടെ ഇവിടുത്തെ മാപ്രകൾ കേക്കച്ചൻ്റെ അടുത്ത് ചെന്നു. കേക്കച്ചൻ വലിയ ഇതിൽ പഴയ പോലെ നമ്മുടെ ഈ ഓച്ചിറക്കാളെ കെട്ടി ഇറക്കുന്നത് പോലെ രാവിലെ ഈ കേക്കച്ചനെ കെട്ടി ഇറക്കും. വെള്ളയൊക്കെ ഇട്ട് കഞ്ഞിപ്പശയൊക്കെ മുക്കി വടി പോലത്തെ എന്തിരൻ പോലെ വന്ന് കേക്കച്ചൻ നിൽക്കും. ആ കെട്ടുകാഴ്ചയുടെ മുന്നിൽ, ഓച്ചിറക്കാളയുടെ മുന്നിൽ പോയി ആളുകൾ നിൽക്കുന്നത് പോലെ ഇവന്റെ മുന്നിൽ കോലുമായി നമ്മുടെ മാപ്രകൾ പോയി നിൽക്കുമ്പോൾ അപ്പോൾ മൊഴിഞ്ഞത്, എനിക്ക് പരാതിയില്ല കേട്ടോ എന്ന്. എടാ കള്ളന്, ഒരു കള്ളം പറയുവാണ്, എനിക്കെതിരെ വിജിലൻസ് CBI അന്വേഷണം വേണമെന്ന് സർക്കാരിന് റെക്കമെൻഡ് ചെയ്തതിനകത്ത് എനിക്ക് പരാതിയില്ല. നിന്റെ പരാതി ആർക്ക് കേൾക്കണോടാ നെട്ടൂർ കേക്കച്ച? എനിക്ക് പരാതിയില്ല പോലും. ഇതിപ്പുറം തമാശ. അവിടെ ഇരുന്ന ഒരൊറ്റ മാപ്രകൾ പോലും എടാ അതിന് നിന്റെ പരാതി ഏത് പട്ടിക്ക് കേൾക്കണമെന്ന് ഒരൊറ്റ മാപ്രകളും ചോദിച്ചില്ല. കള്ളന്റെ ഒരു കൊള്ളക്കാരൻ നടത്തിയ, ഒരു തീവട്ടി കൊള്ളക്കാരൻ ആ കൊള്ള നടത്തിയത് കഴമ്പുണ്ട്, CBI അന്വേഷണം വേണമെന്ന് പറയുമ്പോൾ എനിക്ക് ഇതിനകത്ത് പരാതിയില്ല. നിന്റെ പരാതി, നിന്റെ അനുമതി ഏത് പട്ടിക്ക് വേണം? നിന്റെ മക്കൾ പോലും, നിന്റെ ഭാര്യയും മക്കളും പോലും നിന്റെ ഇപ്രകാരം ഒരു അനുമതി ആവശ്യമുണ്ടോ അവർക്ക് ഒരു കാര്യം ചെയ്യുവാൻ? ഇല്ല. അതുകൊണ്ട് അതുപോലെ തന്നെ ഇവൻ പറയുന്നു ഇത് തെരഞ്ഞെടുപ്പ് സമയമായപ്പോൾ കെട്ടിയിറക്കിയതാന്ന്. ഇവിടെ നെട്ടൂർ കേക്കച്ച തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് കൊടുമ്പിരി കൊണ്ട് നിന്നപ്പോൾ അതിൻ്റെ ആ കറക്റ്റ് സമയത്തല്ലേ നീ നിന്റെ സ്വന്തം പാർട്ടിയിലെ ആ മിടുക്കരായ യുവനേതാവായ രാഹുലിനെതിരെ ഇപ്രകാരം ഒരു തേൻകണി പരിപാടിയുമായി നിറങ്ങിയത്? അന്ന് നിനക്ക് യാതൊരു ഉളുപ്പുമില്ലായിരുന്നല്ലോ. അന്ന് ഇലക്ഷനാന്നുള്ള ഒരു ചിന്ത പോലും നിനക്ക് ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ സ്വന്തം പേരിൽ നീ നടത്തിയ തീവട്ടിക്കൊള്ള അത് CBI അന്വേഷിക്കണമെന്ന് വിജിലൻസ് ആവശ്യപ്പെട്ടപ്പോൾ അത് ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് നിനക്ക് തോന്നുന്നു. ഇവിടുത്തെ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് ഉളുപ്പുണ്ടെങ്കിൽ എത്രയും വേഗം രാജിവെച്ച് പുറത്തു പോകണം. അല്ലെങ്കിൽ ഇവനെ പിടിച്ച് ആ പാർട്ടി കോൺഗ്രസിന് ഒരു അധ്യക്ഷനുണ്ടെങ്കിൽ, ഒരു പാർട്ടി നേതൃത്വമുണ്ടെങ്കിൽ ഈ കള്ളനെ പിടിച്ച് നിങ്ങൾ പുറത്തു കളഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 120 അല്ല 125 സീറ്റും ഇവിടുത്തെ ജനങ്ങൾ തരും. ഇവനെ, ഈ പാഴിനെ എടുത്ത് കളയുവാൻ പറ്റാവുന്ന ഏറ്റവും നല്ല അവസരമാണ്. ഈ കള്ളനെ മുന്നിൽ നിർത്തി പോകേണ്ടുന്ന ഗതികേട് UDFിനുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതുപോലെ ഇയാൾ പറയുന്നു ഞാൻ വ്യക്തിപരമായി നേരിടുമെന്ന്. എടാ സതീശ, നീ കൊള്ള നടത്തിയ ഈ കേസ്, പുനർജനി കേസ്, വിദേശ മലയാളികളെ പറ്റിച്ച ഈ തട്ടിപ്പ് കേസ് പിന്നെ നിന്റെ ആര് പിന്നെ കൊണ്ടുവന്ന് നടത്തും? പാർട്ടി നടത്തണോ? അതോ ഇവിടുത്തെ നാട്ടുകാർ നടത്തണോ? ഞാൻ വ്യക്തിപരമായി നടത്തുന്നു. നിനക്ക് നടത്താമല്ലോ. കാരണം ഈ കള്ളക്കമ്മട്ടങ്ങളുടെ നീ കുനിഞ്ഞു നിന്ന് കണ്ണടച്ചു കൊടുത്തു മേടിച്ച ആ കമ്മീഷനുകളും, അതുപോലെ നീ ഇപ്രകാരം നടത്തിയ ഈ കള്ളക്കമ്മട്ടങ്ങളുടെയും അതുപോലെ ഈ തീവട്ടിക്കൊള്ളയുടെയും ആയിരക്കണക്കിന് കോടി നിന്റെ കയ്യിലുള്ളപ്പോൾ നീ ഇതുപോലെ ഇളിച്ചു കാണിക്കത്തേ ഉള്ളൂ. നിനക്കറിയാം അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം. അതുകൊണ്ട് നീ തന്നെ നേരിടണം. അതുപോലെ തന്നെ ഇയാൾ പറഞ്ഞ, ഇനി നിങ്ങൾ ഇയാളുടെ ബൈറ്റ് കാണാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. പറയുന്നുണ്ട്, എന്നോട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിരുന്നു സാറൊന്നും പേടിക്കേണ്ടെന്ന്. അതിനർത്ഥം ഈ കുഴിപ്പുളവൻ, ഈ കള്ളൻ, ഇവന്റെ ഈ കൊള്ളയടിച്ച മുതൽ നിന്നും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഇവൻ പണം കൊടുത്തിട്ടുണ്ട് എന്നാണ് അവൻ ഇൻഡയറക്ട്ലി പറയുന്നത്. അതുകൊണ്ട് എനിക്കറിയാം ഒന്നും സംഭവിക്കത്തില്ല എന്ന്. അപ്പോൾ ഈ കേക്കച്ചൻ പറയാതെ പറയുകയാണ്. അവൻ പറയുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പേരൊന്നും ഞാൻ പറയത്തില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം ഉണ്ട്. ഇവൻ കൃത്യമായി ഇവന്മാർക്ക് പണം കൊടുത്തിട്ടുണ്ട്. അന്നേരം ഇവന്റെ ഒരു ഭീഷണിയും കൂടാണ്. എൻ്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചു തന്നിട്ട് അങ്ങനെ നിനക്കൊക്കെ എനിക്കിട്ട് പണിയാൻ പറ്റുകൂടെ എന്നുള്ളൊരു ചിരിയാണ്
ഈ മണി ചെയിൻ തട്ടിപ്പുകാരൻ ചിരിച്ചു കാണിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാക്കാം, ഇവൻ പണം കൊടുത്ത് ഈ കേസ് ടേക്കപ്പ് ചെയ്താലും അത് തെളിയിക്കുവാൻ പറ്റാത്ത എല്ലാ പ്രൈമറി എവിഡൻസും ഇവന്മാർ ചേർന്ന് നശിപ്പിച്ചു കളഞ്ഞിട്ടാവണം ഇപ്രകാരം ഒരു പ്രഹസന റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത്. അപ്പോൾ ഇയാൾ ഈ കേസ് അട്ടിമറിച്ചിട്ടുണ്ട് എന്ന അമിതാവേശത്തിലാണ് ഈ കേക്കച്ചൻ നിന്ന് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഇനി ആ കേക്കച്ചന്റെ ഇന്ന് ഇപ്രകാരം ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ കേക്കച്ചന്റെ ആ പ്രതികരണം കണ്ട ശേഷം ഉടനെ മടങ്ങി വരാം. അല്ല, അതൊന്നും എനിക്ക് യാതൊരു വിരോധമില്ല. എൻ്റെ കാര്യത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഫൈൻഡിങ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് CBIക്ക് വിടണതിൽ എനിക്ക് യാതൊരു പരാതിയില്ല. എൻ്റെ കേസ് ആയിക്കോട്ടെ, എനിക്ക് അതൊന്നും വിരോധമില്ല. ഞാൻ ആ ചോദ്യമൊന്നും ചോദിക്കുന്നില്ല. ആ ചോദ്യത്തിൻ്റെ ഒക്കെ അർത്ഥം എനിക്കിത് CBIക്ക് വിട്ടാൽ പേടിയെന്നാവും എൻ്റെ അർത്ഥം. അവർ ഒരു കേസും CBIയെ കൊണ്ട് അംഗീകരിക്കില്ലെങ്കിൽ എൻ്റെ കേസ് വിട്ടോ, CBIക്ക് വിട്ടോ. ഉമ്മൻചാണ്ടിയുടെ സാറിൻ്റെ കേസ് വിട്ടതല്ലേ, അതുപോലെ എൻ്റെ കേസ് വിട്ടോ, എനിക്കൊരു വിരോധമില്ല. ഞാൻ റെഡിയാണ്. അതാണ് ഞാൻ ഇതിൻ്റെ ഒരു ടൈമിംഗ് നോക്കണം. ഈ വാർത്ത കൊടുത്തവരോടാണ് ഞാൻ പറഞ്ഞത്. ഈ വാർത്ത ഈ ചാനലുകൾക്ക് എത്തിച്ചവരോട്, കൊടുത്ത ചാനലുകളോടല്ല. അവർക്ക് വാർത്ത കിട്ടിയാൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെതിരെ CBI അന്വേഷണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വാർത്തയല്ലേ. അത് കൊടുത്തവരോടൊന്ന് പറഞ്ഞാൽ മതി ഞാൻ പേടിച്ചു പോയെന്ന്, ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫൈൻഡിങ് നിങ്ങളുടെ കയ്യിൽ വിജിലൻസിൻ്റെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു വിരോധമില്ലായിരുന്നു. CBIക്ക് വിട്ടേക്ക്, അപ്പം തന്നെ വിട്ടേക്ക്. CBI അന്വേഷിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല, റെഡിയാണ്. അല്ല, തെരഞ്ഞെടുപ്പാണല്ലോ പ്രശ്നം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാമല്ലോ. പ്രതിപക്ഷ നേതാവിൻ്റെ ചുമതല വഹിക്കുന്ന എനിക്കെതിരായിട്ട് ആദ്യം ഒരു അന്വേഷണം നടത്തി ഒരേ കാര്യത്തിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ഞാൻ പ്രതിപക്ഷ നേതാവായപ്പോൾ വീണ്ടും അന്വേഷണം നടത്തി തെരഞ്ഞെടുപ്പിൻ്റെ 2 മാസം മുമ്പ് ഇത് CBI അന്വേഷിക്കേണ്ട കേസാണ് എന്ന് പറഞ്ഞൊരു പ്രഖ്യാപനം നടത്തിയ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ആളുകൾക്ക്. പക്ഷേ ഞാൻ ഇത്രയൊന്നും എന്നെ ഇങ്ങനെ സഹായിക്കുമെന്ന് വിചാരിച്ചില്ല ഇവർ. ഇതിൽ കൂടുതൽ എന്നെ എങ്ങനെ സഹായിക്കണവർ? ഞാനതൊന്നും പറയില്ല. എന്നെ ഓരോരുത്തരും സഹായിക്കാൻ പല രീതിയിൽ തീരുമാനിച്ചാൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാനത് വേണ്ടാന്ന് പറയാൻ പറ്റും. അതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ എന്ത് തീരുമാനം എടുത്തോട്ടെ തന്നെ. മുഖ്യമന്ത്രിക്കൊക്കെ അതിൻ്റെ അകത്ത് അധികാരമുള്ള ആളല്ലേ തീരുമാനം എടുക്കാൻ വേണ്ടി. വിജിലൻസ് ഒരു റിപ്പോർട്ട് കൊടുത്താൽ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ സഹായിക്കാമോ? സഹായിക്കാൻ പാടില്ല. പ്രതിപക്ഷ നേതാവിനെ സഹായിക്കാൻ പാടില്ലല്ലോ. ഞങ്ങൾ തമ്മിൽ എന്താ അങ്ങനെ സഹായിക്കാനുള്ള ബന്ധമൊന്നുമില്ലല്ലോ. അപ്പോൾ വിജിലൻസ് ഒരു റിപ്പോർട്ട് വന്നിട്ട് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവല്ലേ, നമ്മുടെ സതീശനല്ലേ, ഒന്നും വേണ്ട എന്ന് വെച്ച് മടക്കി വയ്ക്കാൻ പാടില്ലല്ലോ. അദ്ദേഹം അങ്ങനെ ഒരു റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അദ്ദേഹം ഉടനെ അതിൻ്റെ നടപടിക്രമം അനുസരിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യണം. അത് ചെയ്യട്ടെ തന്നെ. ഞാൻ നിയമപരമായി പറയുന്ന കാര്യം ഇങ്ങനെ വെല്ലുവിളിയാണ്. നിയമപരമായി ഒരു ഫേവറും വേണ്ടെന്ന് പറഞ്ഞത്, ഒരു ഫേവറും വേണ്ട. അവർ ഈ സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് 2 മാസം പോലും ഇല്ല. ഇനി മാർച്ച് 1-നാണ് തെരഞ്ഞെടുപ്പ് സാധാരണ പ്രഖ്യാപിക്കുന്നത്. 60 ദിവസം പോലും ഇല്ല. അതിനു മുമ്പ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് CBI അന്വേഷണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചാൽ നടത്തട്ടെ. അത് ഞാൻ നേരിട്ടാൽ പോരെ? ഞാൻ വ്യക്തിപരമായി നേരിടും. വ്യക്തിപരമായി ഏത് അതൊക്കെ ഞാൻ പറഞ്ഞോളാം, വരട്ടെ. അത് ആരാണ് ഇത് തെരഞ്ഞെടുപ്പിൽ ഇതിന് മറുപടി പറഞ്ഞ് വിഷമിക്കാൻ പോകണമെന്ന് നമുക്ക് നോക്കാം. എനിക്കൊരു പ്രശ്നമില്ല. അതൊക്കെ എടുത്തോട്ടെ. ഇനി അവർ വന്നെടുത്താലും എടുക്കട്ടെ. ഞാൻ പറഞ്ഞെന്താ, 4 അല്ല 5 ആയില്ലേ, പിന്നെ അതൊന്നും കുഴപ്പമില്ല. അതൊന്നും ഒരു പ്രശ്നമില്ല. എന്താണെന്ന് നോക്കട്ടെ, അത് നോക്കാം. ഇത് വരട്ടെ. ഇതിപ്പോൾ ഒരു വാർത്തയല്ലേ വന്നുള്ളൂ. വാർത്ത വന്ന് അതിൻ്റെ റിപ്പോർട്ട് കൂടി ഞാൻ കണ്ടു കഴിയുമ്പോൾ ഞാൻ വിശദമായിട്ട് പറയാം. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. വേറെ കുറേ റിപ്പോർട്ടുകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ കൊടുത്തിരിക്കുന്ന ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. കാരണം അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥന്മാർ എന്നോട് പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയാം. എല്ലാ എവിഡൻസും എല്ലാ സാധനങ്ങളും അവർക്ക് കൊടുത്തപ്പോൾ അവരെന്നോട്, ഞാനത് പറയണത് ശരിയല്ല, അവരെന്നോട് പറഞ്ഞിട്ട് പോയത് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാനത് അഭിമാനത്തോടു കൂടിയാണ് അവരുടെ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചിട്ടുള്ളത്. അവരുടെ പേരോ അവരെന്താ പറഞ്ഞതെന്ന് ഞാൻ പറയില്ല. പക്ഷെ അന്വേഷണത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾ പൂർത്തിയാക്കി എന്നോട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയാം. മനസ്സിലായില്ല? അല്ലെ ഞാൻ ഇത്രയും ധൈര്യമായിട്ടേക്കണം. ഞാനൊന്നും പറയുന്നില്ലെന്നേ. ഇത് ഞാൻ എന്ത് കാര്യത്തോട് കമ്പയർ ചെയ്താലും ഞാൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യം പറഞ്ഞു. കാരണം
അത് ഇതുപോലെ അദ്ദേഹത്തെ വേട്ടയാടാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമാണ്. അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. CBIക്ക് വിടരുതെന്നും പറഞ്ഞിട്ടില്ല, വിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രി എന്തെങ്കിലും ഫേവർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്തില്ല. ഉണ്ടാവുമല്ലോ, ഇലക്ഷനല്ലേ, ഇലക്ഷൻ ആകുമ്പോൾ ഇതുപോലത്തെ കാണും. മാത്രമല്ല ഇന്നലത്തെ മറ്റേ അണ്ടർവെയറിൻ്റെ കേസ്, ഷഡ്ഡി കേസ് അല്ലേ, അത് പുറത്ത് വന്നിരിക്കല്ലോ. ബാലൻസ് ചെയ്യേണ്ട എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇന്നിപ്പോൾ ഇതാവൂലേ. ഇപ്പം നിങ്ങൾക്ക് ഇന്ന് ഇത് പറയാതിരിക്കാൻ പറ്റുമോ? ആദ്യത്തെ വാർത്തയായിട്ട് കൊടുക്കണ്ടേ, ലീഡായിട്ട് കൊടുക്കാതിരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? നാളത്തെ പത്രങ്ങളിൽ അതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം മറ്റതൊന്ന് സൈഡിലേക്കോ അകത്തെ പേജിലേക്കൊക്കെ ഒന്ന് പോവുമല്ലോ. ഏത് ഷഡ്ഡി കേസ് കേട്ടല്ലോ. ആന്റണി രാജുവിന്റെ ജട്ടിക്കേസ് എന്ന് കേട്ടപ്പോൾ വി.ഡി. സതീശന്റെ ആ അഹങ്കാരവും പുച്ഛവും മുഖത്തെ ഭാവവും ഒക്കെ കണ്ടോ? വി.ഡി. സതീശ വർഷങ്ങളോളം തന്റെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന താരകേശന്റെ ഭാര്യ താരകപ്പെണ്ണ് അന്നിറക്കിയ വീഡിയോ താങ്കൾക്ക് ഓർമ്മയുണ്ടോ? ആ ജട്ടിക്കേസ് വിളിച്ചു പറഞ്ഞത് ഓർമ്മയുണ്ടോ? താരകേശനെ കുടിപ്പിച്ച് ബോധം കെടുത്തി അദ്ദേഹത്തെ കാറിൽ കൊണ്ട് വീട്ടിൽ വിടാൻ പോയി. ആ കാറിൽ ഈ താരകപ്പെണ്ണിനെയും കൊണ്ട് ഓഫീസിൽ കൊണ്ടുപോയി അന്ന് ഭോഗിക്കാൻ വരുമ്പോൾ നീ ഒരു കീറിയ മുഷിഞ്ഞ ഒരു നിക്കറും ഒരു ജട്ടിയും ഇട്ടാണ് വന്നതെന്ന പ്രഖ്യാപനം നടത്തിയത് ആരായിരുന്നു? സതീശ, തന്റെ ഓഫീസ് സെക്രട്ടറിയായ താരകേശന്റെ ഭാര്യയായിരുന്നു. അപ്രകാരം കീറിയ ജട്ടിയും ഇട്ട് നടന്ന നീ ഇന്ന് ഈ കാണുന്ന നിലയിലായത് ആരുടെ പണം കൊണ്ടാണ്? ഇതുപോലെ പുനർജനി തട്ടിപ്പ് കേസുകളിലൂടെയും അതുപോലെ എറണാകുളത്തെ മാഫിയകളെ പറ്റിച്ചും അതുപോലെ പിണറായി വിജയന്റെ കള്ളക്കട്ടമട്ടങ്ങൾക്ക് കൂട്ടുനിന്ന് ഇപ്രകാരമെല്ലാം ഉണ്ടാക്കിയ ആ കാശ് കൊണ്ട് ഇന്ന് നിന്റെ രൂപം, കഴിഞ്ഞ ഒരു 20 വർഷത്തിന് മുമ്പുള്ള തന്റെ രൂപവും ഇന്ന് കാണുന്ന ഈ രൂപവും ജനങ്ങളൊന്ന് വിലയിരുത്തുക. അന്ന് ഒട്ടിയ കവളും കീറിയ നിക്കറും പിഞ്ചിയ ഖദറുമിട്ട് നടന്ന ആ കേക്കച്ചൻ ഇന്ന് കവളും തൊടുത്ത് ഡൈയും അടിച്ച് എന്തിരനെ പോലെ സ്റ്റിഫാൻ ഷൈനും ഒക്കെ ഇട്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ പണമാണ്? ഇതുപോലെ തട്ടിപ്പിലൂടെ ഉണ്ടാക്കിയ പണമാണ് എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. അത് മനസ്സിലാക്കി വിജിലൻസ് ഇപ്പോൾ ഇതാ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. ഇനി ഈ ആന്റണി രാജുവിനെ ജട്ടിക്കേസ് വളരെ പുച്ഛത്തോടെ പറഞ്ഞ ഈ വി.ഡി. സതീശനെ കുറിച്ച് ഇയാളുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന താരകേശന്റെ ഭാര്യ പറയുന്നത് ഒന്ന് കേട്ട ശേഷം തിരികെ വരാം. കേക്കച്ച, ഇത് നീ കേൾക്കുക. എന്നെ ശ്രമിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ, ഈ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ ഈ മ്ലേച്ഛനെതിരെ നിങ്ങൾക്ക് കേസെടുക്കുവാൻ ധൈര്യമുണ്ടോ? ഇവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുവാൻ ധൈര്യമുണ്ടോ? ഈ മ്ലേച്ഛനാണ് രാഹുലിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ ഇവൻ തന്നെ തേൻകണി ഒരുക്കി, ഇവന്റെ കളിക്കൂട്ടുകാരികളായ പെണ്ണുങ്ങളെ ഇറക്കി തേൻകണി ഒരുക്കിയത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്രകാരം ഒരു ആരോപണം വന്നിട്ട് ഈ കോൺഗ്രസ് നേതൃത്വം എന്ത് നടപടിയെടുത്തു ഈ മ്ലേച്ഛന്റെ പേരിൽ? പക്ഷേ രാഹുലിനെയോ ഈ ഇരട്ടത്താപ്പ്, ഈ ഇരട്ടനീതി ജനങ്ങൾ മനസ്സിലാക്കണം. ഇനി കാണാൻ പോകുന്നത് ഈ കേക്കച്ചന്റെ ഏതാണ്ട് 10-20 വർഷം ഓഫീസ് സെക്രട്ടറി ആയിരുന്ന താരകേശന്റെ ഭാര്യ ഈ കേക്കച്ചനെ കുറിച്ച് പറയുന്നത് കേട്ട ശേഷം ഉടനെ മടങ്ങി വരാം. നമ്മുടെ MLA വി.ഡി. സതീശനില്ലേ, പരമനാരി, അവനിപ്പോഴല്ലേ MLA ഇത് മാറി. അവനെ താരകൻ എന്നെ കെട്ടിയെന്ന് പറഞ്ഞുകൊണ്ടും എന്നെ ഇവ വേശ്യെന്ന് വിളിച്ച് ഈ കുണക്ക് എന്താ അധികാരം എന്നെ വേശ്യെന്ന് വിളിക്കാൻ? ഇവൻ നേതാവ് അവിടേന് മുമ്പ് തുടങ്ങി പറൂര് വന്നിട്ട് വെടിവെപ്പല്ലാണ്ട് അവന്റെ കയ്യിലില്ല. സ്റ്റഡി അണ്ടർയോർ കീറി വന്നവനെ താരകനാണ് ഇവിടെ ഇരുത്തി പരിപ്പോടെയും ചായയും കട്ടൻ ചായയും കൊടുത്ത് ഈ കുടിയനായി കഴിഞ്ഞപ്പോ അവൻ കൊള്ളൂലാത്തവനായി. ഇവനെന്തു മാനിയനെന്നാണ് പറയണ ഈ രമേശൻ കുറുപ്പ്. രമേശൻ കുറുപ്പ് പരമനാരി ചേറ്റ. അവനും പറഞ്ഞു ഇവർ രണ്ടുപേരും കൂടി എന്നെ കൊണ്ടുപോയിട്ട് നന്നായിട്ട് കളിച്ചു. ഇപ്പൊ അമ്മമാര് നല്ല മാന്യനായിട്ട് ആ താരകന്റെ കയ്യിലും കൊടുത്തിട്ട് പുണ്ണകട്. അവനിപ്പോ വലിയ ആളാ വീണ, വലിയ പറൂര് കുറെ ഊളാച്ചി കാര്യത്തികളുണ്ട്, നായരിച്ചികൾ. ഇവിളൊക്കെയാണ് ഇവനെ പണ്ണാൻ കൊടുത്തുകൊണ്ടിരിക്കണത്. ഇവിളൊക്കെയാണ് പൊക്കി വെച്ചുകൊണ്ട് നടക്കണത്. എടാ നിനക്കൊക്കെ നാണൂലേടാ, നീയൊക്കെ MLA ഓഫീസിൽ കയറിയത് താരകം വഴിയല്ലേടാ കുണ്ണകളെ നീയൊക്കെ കയറിയത്. ഇപ്പൊ നീയൊക്കെ വലിയ ആളായി നാറികളെ. ഇപ്പൊ അവൻ കൊള്ളൂല, താരകം കൊള്ളൂലാത്തവൻ. അവൻ വെള്ളോടി. നീയൊക്കെ വെള്ളവും അടിക്കണത് പെണ്ണു കൊടുത്തതും ഉണ്ട്. MLA ഓഫീസിൽ പെണ്ണ് പിടിക്കണതും പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് പണ്ണണതും എല്ലാവർക്കും അറിയാടാ കൂറന്മാരെ. കണ്ടല്ലോ, ഈ സതീശനാണ് ഇന്ന് പൊട്ടിയും അടിച്ച് ഉടയാത്ത കതറുമിട്ട് PR ഏജൻസി കൊടുത്ത
ആ മാനറിസവും ആ ബോഡി ലാംഗ്വേജും ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് വന്നെന്ന് നല്ലവനാകുവാൻ ശ്രമിക്കുന്നത്. കേക്കച്ച, നീ എത്ര പുട്ടിയിട്ടാലും, നീ ഏത് ബ്രാൻഡിന്റെ ഡൈ അടിച്ചാലും, നീ എത്ര സ്റ്റിഫ് ആൻഡ് ഷൈൻ മുക്കി ഉടയാത്ത കതറിട്ടാലും, നീ ആ പഴയ കൂറ, ആ നെട്ടൂരിലെ ആ പഴയ മണി ചെയിൻ തട്ടിപ്പുകാരിൽ നിന്നും നിനക്ക് യാതൊരു മാനസിക വളർച്ചയും എത്തിയിട്ടില്ല എന്ന് ഉറപ്പിക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇത്. ഇത് നീ മറക്കുവാൻ ശ്രമിച്ചാലും അങ്ങനെ മറക്കുവാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഇത്തരം ദൃശ്യങ്ങൾ, നിന്റെ പഴയ ലീലാവിലാസങ്ങൾ ഓരോന്നും പുറത്തു വന്നുകൊണ്ടിരിക്കും. ജനങ്ങൾ നിന്റെ യഥാർത്ഥ മുഖം തിരിച്ചറിയുകയും ചെയ്യും. നീ ഈ പാവം രാഹുൽ മാങ്കുട്ടത്തെ അടക്കമുള്ള നേതാക്കന്മാരെ ഇല്ലാതാക്കി നീ ഒറ്റയ്ക്ക് നീ രാജാവാകാമെന്ന് കരുതി നടത്തുന്ന ഈ പരിപാടികളെല്ലാം ദൈവം തമ്പുരാൻ പൊളിച്ചു കളയും എന്നതിൻ്റെ ഏറ്റവും നല്ല ഒരു എക്സാമ്പിളാണ് ഇന്ന് നിനക്കെതിരെ ഇപ്പോൾ സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന ആ നടപടി. എന്ത്? പുനർജനനി ആ തട്ടിപ്പ് കേസിൽ വിജിലൻസ് അന്വേഷണം നടത്തി സമർപ്പിച്ച ആ റിപ്പോർട്ടിൻ പ്രകാരം ആ കേസ് CBI അന്വേഷിക്കണമെന്ന ആവശ്യം സർക്കാർ ഉന്നയിക്കാൻ പോവുകയാണ്. അത് ഇനി പിണറായി വിജയൻ നടപ്പിൽ വരുത്തുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരിക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.